മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അതേസമയം തന്നെ മറ്റൊരു മാർക്കറ്റിൽ കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭം എടുക്കുന്ന ഒരു സ്മാർട്ട് ടെക്നിക്കാണ് ആർബിട്രേജ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളും റിസ്ക് ഇല്ലാത്തതുമായി തോന്നാല്ലേ? പക്ഷെ യാഥാർത്ഥ്യം ഇതല്ല. സെക്കൻഡുകൾക്കുള്ളിൽ വില മാറി മറിയുന്ന ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിൽ ഈ വില വ്യത്യാസം കൃത്യമായി കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല. വലിയ തുക മുടക്കേണ്ടി വരുന്നതും മാർക്കറ്റിലെ കൃത്യമായ അറിവില്ലായ്മയും കാരണം സാധാരണക്കാർക്ക് ഇതിൽ വലിയ പണനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും പല നിക്ഷേപ വിദഗ്ധരും വിശ്വസിക്കുന്നത് ആർബിട്രേജ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്നാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലും സ്പോട്ട് മാർക്കറ്റിലും ഒരു സ്റ്റോക്കിന്റെ വില വ്യത്യസ്തമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. എന്നിരുന്നാലും ഇതിന് ധാരാളം ഗവേഷണങ്ങളും മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആവശ്യമാണ്. എന്നാൽ എല്ലാ നിക്ഷേപകർക്കും ഇതിനായി സമയം നീക്കിവെക്കാനോ ആവശ്യമായ അറിവുണ്ടാകാനോ ഉള്ള സാധ്യതയില്ല. എന്നാൽ ആർബിട്രേജിന്റെ ഈ മികച്ച ലാഭസാധ്യത ഉപയോഗിക്കുകയും അതേസമയം അതിലെ വലിയ റിസ്ക് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതാണ് ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ടുകൾ. വലിയ റിസ്ക് എടുക്കാതെ ഫണ്ട് മാനേജർമാരുടെ മിടുക്കോടെ എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർബിട്രേജ് ഫണ്ടുകൾ എന്നത് വിപണിയിലെ ആർബിട്രേജ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഇക്വിറ്റി അധിഷ്ഠിത ഹൈബ്രിഡ് ഫണ്ടുകളാണ്. രണ്ട് വ്യത്യസ്ത എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള വിലയിലെ വ്യത്യാസമോ അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റും തമ്മിലുള്ള വില വ്യത്യാസമോ ഒക്കെ ഇത്തരം അവസരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു ആർബിട്രേജ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ ഒരേ സമയം തന്നെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഈ വിൽപ്പനാ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ലാഭമായി നേടുന്നത്. നമ്മൾ ഒരു അസറ്റ് വാങ്ങി അതിന്റെ വില കൂടുന്നത് വരെ കാത്തിരുന്ന് പിന്നീട് വിൽക്കുന്ന മറ്റ് സാധാരണ നിക്ഷേപ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഒരു രീതി. ഒരു ആർബിട്രേജ് ഫണ്ടിൽ ലാഭം നേടാൻ കൃത്യമായ ഒരു അവസരം കാണുമ്പോൾ മാത്രമാണ് ഫണ്ട് മാനേജർ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നത്. അത്തരം ആർബിട്രേജ് അവസരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ ഫണ്ട് ഹ്രസ്വകാല മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളും ഡെറ്റ് സെക്യൂരിറ്റികളുമാണ് നിക്ഷേപിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ ഈ വില വ്യത്യാസം സാധാരണയായി വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ലാഭം ഉണ്ടാക്കിയെടുക്കാൻ ഫണ്ട് മാനേജർക്ക് ഒരു ദിവസം തന്നെ നിരവധി ട്രേഡുകൾ ചെയ്യേണ്ടി വരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രേഡിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ ചെറുതായതുകൊണ്ട് നമ്മുടെ ഫണ്ട് മാനേജർമാർ ദിവസം മുഴുവൻ ഒരുപാട് തവണ ഇങ്ങനെ വാങ്ങി വിറ്റാണ് നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കി തരുന്നത്. ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ചില പ്രധാന സവിശേഷതകളുണ്ട്. ഈ ഫണ്ടുകൾ പ്രധാനമായും ഇക്വിറ്റി അധിഷ്ഠിതമാണ്. അതായത് ഇതിന്റെ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞ 65% തുക ഓഹരികളിലും ഓഹരി അനുബന്ധ ഉൽപ്പന്നങ്ങളിലുമാണ് നിക്ഷേപിക്കുന്നത്. എന്നാൽ സാധാരണ ഇക്വിറ്റി ഫണ്ടുകളെ പോലെ തന്നെ ഇതിൽ വലിയ റിസ്ക് ഉണ്ടാവുന്നില്ല. കാരണം ഇതിൽ ഹെഡ്ജ് എക്സ്പോഷർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നഷ്ടസാധ്യതകൾ മുൻകൂട്ടി പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇതിലെ നിക്ഷേപങ്ങൾ ക്രമീകരിക്കുന്നത്. മറ്റൊരു പ്രധാന സവിശേഷത ഇത് വളരെ കുറഞ്ഞ നഷ്ടസാധ്യത മാത്രമുള്ള ഫണ്ടുകളാണെന്നതാണ്. നികുതിക്ക് ശേഷമുള്ള ലാഭം കണക്കാക്കുമ്പോൾ ഡെറ്റ് ഫണ്ടുകൾ പോലുള്ള ഇക്വിറ്റി അധിഷ്ഠിതമല്ലാത്ത മറ്റു ഫണ്ടുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആർബിട്രേജ് ഫണ്ടുകൾക്ക് സാധിക്കാറുണ്ട്. വിപണിയിൽ വളരെയധികം ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ നിക്ഷേപകർ ഭയപ്പെടുന്നത്. എന്നാൽ അസ്ഥിരമായ അത്തരം മാർക്കറ്റുകളിൽ പോലും മികച്ച രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന കുറഞ്ഞ റിസ്ക് മാത്രമുള്ള ഒരേ ഒരു നിക്ഷേപ മാർഗമാണ് ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ടുകൾ. ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ടുകൾ വിപണിയിൽ പ്രധാനമായും രണ്ട് രീതിയിലാണ് ലാഭം ഉണ്ടാക്കുക. ഒന്നാമത്തെ സാഹചര്യം വ്യത്യസ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള വില വ്യത്യാസം തന്നെയാണ്. ഉദാഹരണത്തിന് XYZ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ഷെയർ ബാംഗ്ലൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 1000 രൂപയ്ക്കും അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 1010 രൂപയ്ക്കും വിൽക്കുന്നു എന്ന് കരുതുക. ഈ അവസരം കണ്ടെത്തുന്ന ഫണ്ട് മാനേജർ ഉടൻ തന്നെ വില കുറവുള്ള ബാംഗ്ലൂർ എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയറുകൾ വാങ്ങുകയും അതേസമയം തന്നെ വില കൂടുതലുള്ള അഹമ്മദാബാദ് എക്സ്ചേഞ്ചിൽ അത് വിൽക്കുകയും ചെയ്യുന്നു. ട്രാൻസാക്ഷൻ ചാർജുകൾ കുറച്ചാൽ പോലും യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ ഒരു ഷെയറിന് 10 രൂപ വീതം ലാഭം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും. രണ്ടാമത്തെ സാഹചര്യം എന്നത് ക്യാഷ് മാർക്കറ്റും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റും തമ്മിലുള്ള വില വ്യത്യാസമാണ്. ഇവിടെ XYZ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയറിന് ക്യാഷ് മാർക്കറ്റിൽ 100 രൂപയും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 115 രൂപയുമാണെന്ന് കരുതുക. ഈ സാഹചര്യത്തിൽ ഫണ്ട് മാനേജർ 100 രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങുകയും 115 രൂപയ്ക്ക് ഈ ഷെയറുകൾ വിൽക്കുന്നതിനായി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. തുടർന്ന് മാസാവസാനം അദ്ദേഹം ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഈ ഷെയറുകൾ വിൽക്കുമ്പോൾ ട്രാൻസാക്ഷൻ ചാർജുകൾ കഴിഞ്ഞ് ഒരു ഷെയറിന് 15 രൂപ വീതം യാതൊരു റിസ്ക്കും കൂടാതെ ലാഭമായി രേഖപ്പെടുത്താൻ ഫണ്ടിന് സാധിക്കും.
ആർബിട്രേജ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് പ്രധാനമായും കുറഞ്ഞ നഷ്ടസാധ്യതയും മികച്ച നികുതി ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുക. ഓരോ സെക്യൂരിറ്റിയും ഒരേ സമയം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാൽ ദീർഘകാല നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വലിയ റിസ്കുകൾ ഇതിലുണ്ടാവില്ല. കൂടാതെ വിപണിയിൽ മികച്ച ആർബിട്രേജ് അവസരങ്ങൾ കുറവായിരിക്കുമ്പോൾ ഈ ഫണ്ടുകൾ തങ്ങളുടെ മൂലധനത്തിന്റെ ഒരു ഭാഗം കൂടുതൽ സുരക്ഷിതമായ ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ നിക്ഷേപിക്കുന്നു. ഇത് കുറഞ്ഞ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഈ ഫണ്ടിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. സാങ്കേതികമായി ഇവ ഡെറ്റിലും ഇക്വിറ്റിയിലും നിക്ഷേപിക്കുന്ന ഹൈബ്രിഡ് ഫണ്ടുകളാണെങ്കിലും ശരാശരി 65% തുക ഇക്വിറ്റിയിലുള്ളതിനാൽ നികുതി കാര്യങ്ങളിൽ ഇവയെ ഇക്വിറ്റി ഫണ്ടുകളായിട്ടാണ് പരിഗണിക്കുക. നികുതി നിയമങ്ങൾ അനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ നേടുന്ന ഹ്രസ്വകാല മൂലധന നേട്ടത്തിന് 15%, ഒരു വർഷത്തിന് ശേഷമുള്ള ദീർഘകാല മൂലധന നേട്ടത്തിന് ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങളില്ലാതെ 10%മാണ് നികുതി ഈടാക്കുന്നത്. ടാറ്റ ആർബിട്രേജ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, പരാഗ് പരീഖ് ആർബിട്രേജ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, ഇൻവെസ്കോ ഇന്ത്യ ആർബിട്രേജ് ഫണ്ട് എന്നിവ വിപണിയിലെ മികച്ച ചില ഉദാഹരണങ്ങളാണ്. ഇവ കൂടാതെ കൊട്ടക് ഇക്വിറ്റി ആർബിട്രേജ് ഫണ്ട്, മോത്തിലാൽ ഒസ്വാൾ ആർബിട്രേജ് ഫണ്ട്, SBI ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നിവയും ഡയറക്റ്റ് ഗ്രോത്ത് ഓപ്ഷനുകളിൽ ലഭ്യമാണ്. മികച്ച ഫണ്ട് ഹൗസുകളായ നിപ്പോൺ ഇന്ത്യ ആർബിട്രേജ് ഫണ്ട്, എഡൽവൈസ് ആർബിട്രേജ് ഫണ്ട്, ആക്സിസ് ആർബിട്രേജ് ഫണ്ട്, ആദിത്യ ബിർള സൺ ലൈഫ് ആർബിട്രേജ് ഫണ്ട് എന്നിവയും ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പ്രമുഖ ഫണ്ടുകളാണ്.